പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്തിന് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നു. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കോവൂർ കുഞ്ഞുമോൻ MLA നിർവഹിച്ചു. 30 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പടിഞ്ഞാറേക്കല്ലട പഞ്ചായത്ത് ഓഫീസിന് MLA ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് രണ്ടാം ഘട്ടമായി പുതിയ കെട്ടിടം പണിയുന്നത്. നിലവിലെ പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് പുതിയത് നിർമ്മിക്കുന്നത്. കോവൂർ കുഞ്ഞുമോൻ MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. നമുക്ക് സ്പേസ് സർവീസ് ആയിട്ട് അനുവദിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ അവർക്ക് കിടക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുക്കും. നവോദയ ഗ്രന്ഥശാല ഭാരവാഹികളൊക്കെ പറഞ്ഞു. അപ്പോൾ 10-40 വർഷം പഴക്കമുള്ള ഒരു സർവീസാണ് കൊല്ലം കടവട ബസ്. അപ്പോൾ ഒരുപാട് പേര് കൊല്ലത്തുനിന്ന് ഈ പ്രദേശത്തേക്ക് വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആ സർവീസ് അനന്തരഫലമായി മറ്റ് സർവീസ് അനുവദിക്കാം എന്ന് മന്ത്രിയുടെ മീറ്റിംഗിൽ പഞ്ചായത്ത് പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് L സുധ, സ്ഥിരം സമിതി അധ്യക്ഷരായ K സുധീർ, J അംബികകുമാരി, ഉഷാലയം ശിവരാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വീരതീഷ്, പഞ്ചായത്ത് അംഗങ്ങൾ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ മഞ്ജു, ലിജി, പഞ്ചായത്ത് സെക്രട്ടറി ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.